നമസ്കാരം, അഖിലാണ്. അമൃത്സറിലാണുള്ളത്. ഇന്നലെ ഗോൾഡൻ ടെമ്പിൾ കണ്ട് റൂമിലെത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് നന്നായി ഉറങ്ങി എഴുന്നേറ്റ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ റെസ്റ്റോറന്റിലെത്തി. റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ആണ്. നല്ല ആംബിയൻസും അറേഞ്ച്മെന്റും. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഡ്ലി, സാമ്പാർ, പോഹ, ഓംലെറ്റ്, ചോലെ ഭട്ടൂര്, പിന്നെ സാൻഡ്വിച്ചും ഫ്രൂട്ട്സും. മൂന്നാളും വയറ് നിറച്ച് കഴിച്ചു. ടേസ്റ്റി ഫുഡായിരുന്നു. റൂമിലെത്തി റെഡിയായി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഹോട്ടൽ സിറ്റി ക്ലൈഡ് ഇൻ അമൃത്സർ. നൈസ് ഹോട്ടൽ, ഈസിലി ആക്സസിബിൾ ലൊക്കേഷൻ. ഐ റെക്കമെൻഡ് ദിസ് ഹോട്ടൽ ഫോർ ഓൾ. സമയം 11:30 ആയി. ഇന്ന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ജമ്മു ആണ്. എങ്ങോട്ടാ പോകുന്നത് നമ്മള്? എങ്ങോട്ടാ പോകുന്നത് നമ്മള്? ജമ്മു നഗറില്ല, ജമ്മു. ഓക്കെ, ഇതേതാ? ഇത് അമൃത്സർ. ഓക്കെ, അമൃത്സറിൽ നമ്മൾ ഇന്നലെ എന്നാ കണ്ടേ? പാകിസ്ഥാൻ. അത് കഴിഞ്ഞ് നൈറ്റില് ഓക്കെ, നമുക്ക് പോവാന്നല്ലേ? എന്താണ്? സൂരജ്. ഓക്കെ, നമുക്ക് പോവാം. അമൃത്സറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പുറത്ത് നല്ല ചൂടാണ്. നല്ല റോഡാണ് പഞ്ചാബിലും. റോഡിന്റെ സൈഡ് യെല്ലോ പൂക്കൾ നിറഞ്ഞ ചെടികൾ കാണാം. അങ്ങനെ കുറെ ദൂരം ഓടിയപ്പോൾ ഒരു തണൽമരം കണ്ട് വണ്ടി സൈഡാക്കിയതാണ്. ഒരു വാട്ടർ ബ്രേക്ക്. അപ്പോൾ ആ മരത്തിൽ ഒരു ഊഞ്ഞാലുകൂടി കണ്ടപ്പോൾ മൂന്നാളും കുട്ടികളായി. കുറച്ചു നേരം ഊഞ്ഞാലിലാടി റിലാക്സ് ആയി വീണ്ടും യാത്ര തുടർന്നു. ഗുർദാസ്പൂർ പത്താൻകോട് വഴിയാണ് ജമ്മു എത്തുന്നത്. ഇത് ഗുർദാസ്പൂർ. വഴിയരികിൽ ദൂരെ നിന്ന് ഒരു ഗോൾഡൻ ടെമ്പിൾ കൂടി കാണാം. ബട്ട് ഇവിടെ ഗോൾഡ് കുറവാണ്. ലഞ്ച് ടൈം ആയപ്പോൾ നല്ലൊരു ഫുഡ് സ്പോട്ട് ഹൈവേ സൈഡിൽ കണ്ടപ്പോൾ അങ്ങോട്ട് കയറി. നിക് ബേക്കേഴ്സും ഹൽദിറാംസും ഒക്കെ ഉണ്ട്. ഹൽദിറാംസിൽ ഫ്രൈഡ് റൈസും ചില്ലി പൊട്ടറ്റോയും പറഞ്ഞു. 430 rupees-ആയി. ടോക്കൺ നമ്പർ 330. നല്ല തിരക്ക്, ഇരിക്കാൻ സ്ഥലവുമില്ല. ടേബിൾ ഒഴിയാൻ കാത്തിരിക്കണം. അങ്ങനെ ഫുഡ് വന്നു. അത് മുഴുവൻ കഴിച്ചു തീർത്ത് ഓരോ ഐസ്ക്രീമും കൂടി അകത്താക്കി ഞങ്ങൾ ഇറങ്ങി. ടെമ്പറേച്ചർ 40 degree ആണിപ്പോ. സോ വഴിയിൽ വെറൈറ്റി കളർ വാട്ടർമെലൺ കണ്ടപ്പോൾ നിർത്തി. യെല്ലോ കളർ, പിങ്ക് കളർ, അങ്ങനെ വെറൈറ്റി കളർ വാട്ടർമെലൺ രണ്ടും വാങ്ങി കാറിലിട്ടു. ഈ യാത്രയിൽ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒരുപാട് വാങ്ങി കഴിക്കുന്നുണ്ട്. ജമ്മു ഇനിയും 88 kilometers ഉണ്ട്. ഈ പാലം കടന്നാൽ ജമ്മു ആണ്. അങ്ങനെ ഞങ്ങളിതാ ജമ്മു കാശ്മീരിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നു. അതോടെ നെറ്റ്വർക്കും പോയി. ജമ്മു എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതർ സ്റ്റേറ്റ് പ്രീപെയ്ഡ് കണക്ഷൻ വർക്കാവില്ല. ഇല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് ആക്കണം. ഞാൻ എന്റെ നമ്പർ പോസ്റ്റ് പെയ്ഡ് ആക്കിയതാണ്. എന്നിട്ടും ഐ ലോസ് നെറ്റ്വർക്ക്. ജമ്മുവിലേക്ക് കയറിയ ശേഷം റോഡ് കുറച്ച് മോശമായി. പല സ്ഥലങ്ങളിലും പണി നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഇവിടെ 102 രൂപയാണ്. ടോട്ടൽ 3340 rupees. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ജമ്മു സത്വാരി എന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് ഇന്നത്തെ നൈറ്റ് സ്റ്റേ. ജമ്മു സിറ്റിക്ക് ചേർന്നാണ് ഈ സ്ഥലം. ഇവിടെ സിം കൊടുക്കുന്ന കടയിൽ കയറി എന്റെ പോസ്റ്റ് പെയ്ഡ് സിം ആക്റ്റീവ് ചെയ്യാൻ നോക്കി. നടന്നില്ല. അവസാനം ഒരു ന്യൂ എയർടെൽ സിം എടുത്തു വിത്ത് 1 month വാലിഡിറ്റി. 400 rupees. ആധാർ കാർഡ് മതി ഇവിടെ സിം എടുക്കാൻ. 5 minute കൊണ്ട് ആക്റ്റീവ് ആക്കി കിട്ടും. കടക്കാരൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ ഡിന്നർ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക്. ഇത് ഒരു ഹോം സ്റ്റേ ആണ്. കാനൽസ് റിട്രീറ്റ്. ഒരു റിട്ടയർഡ് കാനൽ സാബ് സ്വന്തം വീടിന്റെ മുകളിലത്തെ നില എയർബിഎൻബിയിൽ ഇട്ടതാണ്. മുകളിൽ 3 റൂംസും കോമൺ കിച്ചണും ഡൈനിങ് ഏരിയയുമായി ഒരു നല്ല സെറ്റപ്പ്. ഇതാ ഇവിടെ എന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ റൂമിന്റെ മുന്നിൽ. നൈസ്. ഇനി റൂം നോക്കാം. വോ, നൈസ്. വലിയൊരു മുറി, വലിയൊരു കണ്ണാടി, കെറ്റിൽ ആൻഡ് വാട്ടർ ബോട്ടിൽസ്, TV, സോഫ, ഡബിൾ ബെഡ് വിത്ത് ബ്ലാങ്കറ്റ്. അടിപൊളി. ഫർണിച്ചറും റൂമും റൂമിലെ സാധനങ്ങളും ഒക്കെ കുറച്ച് ആന്റീക് ടച്ച് ഉണ്ട്. നല്ലൊരു വാഷ്റൂമും. ബാക്കി വിശേഷങ്ങൾ നാളെ.